ഹലോ അസ്സലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ഒന്നുമല്ല, പകരം ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാടൻ രീതിയിൽ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് കാച്ചിയെടുക്കാൻ പറ്റുന്ന ഒരു കാച്ചിയ വെളിച്ചെണ്ണയാണ്. അപ്പോൾ മുടിയുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ നമ്മൾ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേറെ പല അസുഖങ്ങളൊക്കെ കാരണം മുടി കൊഴിച്ചിലുള്ളവർക്കല്ല, നോർമലായിട്ടുള്ള ഒരാൾക്ക് മുടി കൊഴിച്ചിൽ അതുപോലെ താരൻ ഇതൊക്കെ മാറിക്കിട്ടാൻ നമുക്ക് ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്താൽ മതി. അതുപോലെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് നമുക്കിതിന് കറ്റാർ വാഴയാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത കറ്റാർ വാഴയാണ്. അപ്പോൾ കറ്റാർ വാഴ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഇതിലൊരു മഞ്ഞ ജെല്ല് പുറത്തേക്ക് വരും, ഒരു ദ്രാവകം. അത് പോക്കിയിട്ട് വേണം നിങ്ങൾ എപ്പോഴും കറ്റാർ വാഴ എന്തിനു വേണ്ടി എടുക്കുകയാണെങ്കിലും ഇതുപോലെ ഒന്ന് ചാരി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതൊരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ താനെ ഒഴുകി പോയിക്കോളും. ഇനി നമുക്ക് ഉലുവ വേണം, വെള്ളത്തിലിട്ട് വെച്ചാണ് 2 ടേബിൾ സ്പൂണ്. പിന്നെ ഒരു പിടിയോളം കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ കുറച്ച് തുളസിയില എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മൈലാഞ്ചിയുടെ ഇല, പിന്നെ കുറച്ച് ചെറിയുള്ളി. അപ്പോൾ ചെറിയുള്ളിയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം, പക്ഷേ ചെറിയുള്ളി വളരെ നല്ലതാണ് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് അതുപോലെ താരനൊക്കെ മാറാനായിട്ട്. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് വേണം, ഒരു 10 പീസസൊക്കെ മതിയാകും. ഇനി നമുക്ക് ആദ്യമായിട്ട് കറ്റാർ വാഴേനെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ സൈഡിലുള്ള മുള്ളൊക്കെ കളഞ്ഞിട്ട് ഞാൻ അതൊന്ന് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് തൊലിയോട് കൂടിയിട്ട് തന്നെയാണ് എണ്ണയിലേക്ക് ചേർക്കുന്നത്. ചിലർ ജെല്ല് മാത്രമായിട്ട്, ഇതിനകത്ത് ജെല്ല് മാത്രമായിട്ട് ചേർക്കുന്നത് കാണാം. ഞാൻ മുഴുവനായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു കറ്റാർ വാഴനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ കറ്റാർ വാഴ നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പും കുളിർമയൊക്കെ ഏകുന്ന ഒന്നാണ്. അതുപോലെ തന്നെ താരൻ മാറാനൊക്കെ വളരെ നല്ലതാണ് കറ്റാർ വാഴ. അങ്ങനെ തന്നെ നമുക്ക് അതിൻ്റെ ജെല്ല് തലയിൽ പുരട്ടുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആദ്യം കറ്റാർ വാഴ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നന്നായിട്ട് തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നന്നായിട്ട് അരിഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് മൈലാഞ്ചിയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൈലാഞ്ചി ഇല ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉള്ളവർ അത് ഇട്ടാൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ചെമ്പരത്തിയുടെ പൂവ് 5 ഇതളുള്ള ചെമ്പരത്തിയുടെ പൂവ് ഒരു 5 മുതൽ 10 പീസ് വരെ ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ നന്നായിട്ട് മൈലാഞ്ചി അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിലേക്ക് തുളസി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തുളസി ഇടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എണ്ണയ്ക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ചെറിയുള്ളിയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് അതങ്ങനെ ഒഴിവാക്കാം. സവാള ചേർക്കരുത്, ചെറിയുള്ളി തന്നെ ചേർക്കുമ്പോൾ. ഇനി ചെറിയുള്ളി അതുപോലെ തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഉലുവ ഞാനിവിടെ ഒരു 2 മണിക്കൂറാണ് വെള്ളത്തിലിട്ട് വെച്ചത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കുറച്ചുകൂടി സോഫ്റ്റ് ആണെങ്കിൽ ഒരു 4-5 മണിക്കൂറെങ്കിലും നിങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഉലുവയും വളരെ നല്ലതാണ് താരനൊക്കെ മാറാനായിട്ട്. പണ്ടുള്ളവരൊക്കെ കഞ്ഞിവെള്ളത്തിൽ ഉലുവ അരച്ച് ചേർത്തിട്ടൊക്കെ മുടിക്ക് വളരെ നല്ലതായിരുന്നു. മുടി വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല ഉള്ളൊക്കെ വെക്കാനൊക്കെ വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറാകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ അരഞ്ഞു വന്നോളും. അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി അരച്ചു. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ കാച്ചാം. ഞാനിത് ഏകദേശം ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണക്കുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എണ്ണ കാച്ചാനായിട്ട് ഇതുപോലുള്ള ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇരുമ്പിൻ്റെ ഇല്ലാത്തവർ നോൺ സ്റ്റിക്ക് അതുപോലെ അലുമിനിയം ഒക്കെ യൂസ് ചെയ്യുക. നമുക്ക് ഈ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഫസ്റ്റിൽ. അപ്പോൾ ആട്ടിയ വെളിച്ചെണ്ണ നിങ്ങളുടെ നാച്ചുറലായിട്ട് ആട്ടിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ പാക്കറ്റിൽ വാങ്ങിച്ചിരിക്കുന്ന വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നല്ല തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് എണ്ണ കട്ട പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ചൂടായി വരുമ്പോൾ കട്ടയൊക്കെ ഉടഞ്ഞു വന്നോളും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഈ ഒരു കാച്ചിയ വെളിച്ചെണ്ണ നമ്മൾ ഒരു 2 മാസമെങ്കിലും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം തന്നെ, ഒരു നോർമലായ വ്യക്തിക്ക് നല്ലൊരു മാറ്റം തന്നെ അവരുടെ മുടിയിൽ കാണാനായിട്ട് കഴിയും. നന്നായിട്ട് തന്നെ മുടി വളരുകയും അതുപോലെ തന്നെ താരന് മുടി കൊഴിച്ചിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും. പിന്നെ ചിലർ PCOD അതുപോലെ തൈറോയ്ഡ് അങ്ങനെ എന്തെങ്കിലും അസുഖം കാരണം നിങ്ങളുടെ മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നതാണെങ്കിൽ വലിയൊരു യൂസൊന്നും ഈ ഒരു വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് ഗ്യാസിലേക്ക് ഓൺ ചെയ്ത് വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കുന്നത്, നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് കട്ട പിടിച്ചതൊക്കെ മാറിക്കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു എണ്ണ തേക്കുമ്പോൾ ചിലർക്ക് നീരിറക്കമൊക്കെ ഉണ്ടാവും. അതിനായിട്ട് ഞാനൊരു കുറച്ച് കുരുമുളക് അങ്ങനെ തന്നെ ക്രഷ് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഇളക്കിയാൽ മതി. അലുമിനിയത്തിലൊക്കെ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഞാനിവിടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാണ് കറക്റ്റ് വെളിച്ചെണ്ണയുടെ പാകം ആയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഇപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ അടിയിൽ നമ്മുടെ അരപ്പ് ഗ്രീൻ കളർ, ഇതിങ്ങനെ ഈ ഒരു അരപ്പ് മാറി മാറി വരും, കളർ ചേഞ്ച് ആയിട്ട് വരണം. അതുപോലെ തന്നെ ഒരു മണൽപ്പരുവായിട്ട് വരണം. അതായത് നമുക്ക് പൂഴിയുടെ പോലെയായിട്ട് നമുക്കിങ്ങനെ വിട്ട് വിട്ട് വരും. അത് ആ ഒരു രീതി വരെ നമുക്കിതൊന്ന് കാച്ചിയെടുക്കണം. കണ്ടില്ലേ, ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കും, ഈ ഒരു തിള നിൽക്കും. അതുപോലെ തന്നെ നന്നായിട്ട് ബ്രൗൺ കളറാവും നമ്മുടെ അരപ്പ്. ആ ഒരു രീതിയിലാകുന്നത് വരെ നമുക്കിതൊന്ന് കാച്ചിയെടുക്കാം. ഞാൻ ഏകദേശം 3/4 മണിക്കൂറോളം കാച്ചിയെടുത്തിട്ടുണ്ട് ഇവിടെ. അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു ചീനച്ചട്ടിയിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പിറ്റേ ദിവസമാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ തിളയൊക്കെ നിന്ന് കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഒരു അരപ്പിൻ്റെ കളർ ഈ ഒരു രീതിക്ക് വരണം. അതുപോലെ നല്ലൊരു സ്മെല്ലായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഞാൻ പിറ്റേ ദിവസമാണ് എടുത്തിട്ട് ഇത് അരച്ച് മാറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നൈസായിട്ടുള്ള കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അതിൽ അരച്ചെടുക്കാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഈ അരിപ്പയിലൂടെ ചെറുതായിട്ട് പൊടികളൊക്കെ നമ്മുടെ എണ്ണയിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ചെറിയ അരിപ്പയിലിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ച് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങളെടുക്കുന്ന അരിപ്പയും അതുപോലെ പാത്രത്തൊക്കെ ഒട്ടും വെള്ളമില്ലാതെ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ എണ്ണ കേടുകൂടാതെ കുറേ നാൾ സൂക്ഷിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങളിത് ഡെയിലി കുളിക്കുന്നതിൻ്റെ മുമ്പ് ഒരു 20 മിനിറ്റെങ്കിലും തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുളിക്കുക. അങ്ങനെ നിങ്ങൾ 2 മാസം ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും നമ്മുടെ മുടിക്ക്. അതുപോലെ തന്നെ ഇത് നമ്മൾ സൂക്ഷിക്കുമ്പോൾ എപ്പോഴും ഗ്ലാസ് ജാറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ നാൾ നമുക്ക് കേടുകൂടാതെ നമുക്ക് വെളിച്ചെണ്ണ കാറിപ്പോകുന്ന പ്രശ്നമൊന്നും ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനൊരു ചെറിയ ബോട്ടിലിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളത് ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്